ഹായ്. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നെക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതിന് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റഫായിട്ട് ഞാൻ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാണ്. അത് ശരിക്കും ചുരിദാറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് ടൈമിൽ തന്നെ ഡയറക്റ്റായിട്ട് ചുരിദാറിലേക്ക് അങ്ങനെ ചെയ്യരുത്. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു പീസ് തുണിയിൽ ആദ്യം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആകും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ ഒരു റഫായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ചെറിയ പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ബാക്ക് നെക്കൊന്നും ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മൾ ഒന്ന് ഈ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അതിന് നെക്ക് വിഡ്ത്തും അതുപോലെ നെക്ക് ലെങ്ത്തും അടയാളപ്പെടുത്തുകയാണ്. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം യു ആകൃതിയിൽ അതൊന്ന് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഒരു യു ആകൃതിയിലൊന്ന് വരച്ചെടുക്കുകയാണ്. ഇത് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് നമുക്കിത് നല്ല ഭംഗിയായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചില ആൾക്കാർ ക്യാൻവാസ് ഇല്ലാതെ ഇങ്ങനെ ചിലപ്പോൾ ബുദ്ധിമുട്ടെന്നൊക്കെ കാണാം. പക്ഷേ ക്യാൻവാസ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നീറ്റായിട്ട് കിട്ടും. പക്ഷേ ഇതും വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു യു ആകൃതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു നെക്ക് ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഇത് നെക്കിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ക്രോസ് പീസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് ആ നെക്കിൻ്റെ ആ ഒരു യു ആകൃതിയിൽ വളഞ്ഞ് കിട്ടണമെങ്കിൽ ക്രോസ് പീസ് എടുത്താൽ മാത്രമേ ഇങ്ങനെ വലിഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു വളവൊന്നും ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇത് ഞാനൊരു 2 ഇഞ്ച് നീളത്തിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. 1.5 ഇഞ്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു 2 പീസ് ക്രോസ് പീസ് വേണ്ടി വരും കേട്ടോ ഫ്രണ്ടിലേക്ക്. ഇനി ആ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ചൊന്നടിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുക, പതിച്ചടിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടൂ. അല്ലെങ്കിൽ നമ്മൾ നെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് പതിച്ചടിക്കുകയാണ്. ആ ഒരു പുറത്തേക്ക് തങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം പൊന്തി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് പതിച്ചടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കട്ട് ചെയ്തില്ലേ, അതിൽ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് അതിൻ്റെ നല്ല വശവും അതുപോലെ ആ നെക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആ എക്സ്ട്രാ വരുന്ന ആ ഒരു പീസൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിങ്ങനെ വളച്ച് വന്ന് അവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ആ ഒരു വളവ് വരുന്ന സമയത്ത് ഇങ്ങനെ വലിച്ച് പിടിക്കാനൊന്നും പാടില്ല, നോർമലായിട്ട് ഇങ്ങനെ പിടിക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്രോസ് പീസ് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഈ രീതിയിൽ നല്ല വശങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അത് ഫസ്റ്റ് ടൈമിൽ മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവൂ. നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ടൈം നിങ്ങൾ ഇതുപോലെ ഒന്ന് റഫായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അതിലൂടെ 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ അവിടെ എവിടെയൊക്കെ ഓരോരു കട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിന് കൊള്ളാൻ പാടില്ല. സ്റ്റിച്ച് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തിരിച്ചിടുന്ന സമയത്ത് അത്ര ഒരു നീറ്റിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ അവിടെ മൊത്തത്തിലൊന്ന് ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ആ ഒരു ക്രോസ് പീസ് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് ഒക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തുകൊണ്ട് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഈ ഒരു ക്രോസ് പീസ് കണ്ടില്ലേ, അത് നമ്മൾ നിവർത്തിയിട്ട് അത് ഡബിൾ ഫോൾഡ് ചെയ്ത് ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലേക്ക് അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ആ ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മടക്കണം. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് അപ്പാടെ ഇങ്ങോട്ടേക്ക് മടക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ, അതിൻ്റെ അപ്പാടെ നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു അറ്റത്ത് കൂടി അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ നെക്കിൻ്റെ അറ്റത്ത് കൂടി വേണം ചെയ്യാൻ, ക്രോസ് പീസിൻ്റെ അറ്റത്തല്ല. ആ നെക്ക് വരുന്ന നമ്മൾ ആദ്യം 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ ആ ഒരു അറ്റത്തേ കൂടി വേണം ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ. നമ്മൾ എല്ലാ ഭാഗത്തും ഒരേ വിഡ്ത്തിൽ തന്നെ ആയിരിക്കണം ആ ഒരു ക്രോസ് പീസ് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഭാഗത്ത് വലുതും അതുപോലെ ഒരു ഭാഗത്ത് ചെറുതും അങ്ങനെ ആവാൻ പാടില്ല. അത് ആകെ ഒരു വൃത്തികേടായിട്ട് കാണും. ഫുള്ളായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരേ വിഡ്ത്തോടു കൂടി തന്നെ അത് മടക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമാണ് ഇവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ, പിന്നെ നമുക്കത് ശരിയായിക്കൊള്ളും. അപ്പോൾ ഇത് അതിൻ്റെ ഉൾഭാഗമാണ്. ഉൾഭാഗം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ക്ലോത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ റഫായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാനുണ്ട്. അത് നമ്മുടെ ബാക്ക് സൈഡിൽ ആ ഒരു തയ്യൽ തുമ്പ് അതുപോലെ നിൽക്കുന്നുണ്ടല്ലോ, ആ ക്രോസ് പീസ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാനുണ്ട്. ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് വരെ ഒരേ ലെവലിൽ തന്നെ ആ ഒരു സ്റ്റിച്ച് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവും ആയാൽ ആകെ ഒരു വൃത്തികേടായിട്ട് കാണും. അതുകൊണ്ട് ഫുള്ള് സ്റ്റിച്ച് കൊടുക്കുന്നതും ഒരേ ലെവലിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു നെക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അതേ കളർ നൂലൊന്നും അല്ല എടുത്തിട്ടുള്ളത്. ഇതൊരു റഫായിട്ട് ചെയ്യുന്നത് കൊണ്ട് വ്യത്യസ്ത കളറുള്ള നൂല് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കത് ആ സ്റ്റിച്ച് കാണുകയും ചെയ്യല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിനൊക്കെയാണ് പറയുന്നത് കേട്ടോ, അതേ കളർ തന്നെ നൂലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്ക് ചെയ്തെടുക്കുന്നത്. ശരിക്കുള്ള ക്ലോത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ചുരിദാറൊക്കെ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു തുണിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് അയേൺ ചെയ്തെടുക്കണം. എന്നാലേ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ബാക്ക് സൈഡിലും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ക്യാൻവാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് നെക്ക് ഡിസൈൻ ചെയ്യുമ്പോഴും അത് നല്ല എളുപ്പത്തിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബായ്.